പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ സായാഹ്നത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം ഈ ദിവസം പ്രഭാതമുണർന്ന് അത്യാവശ്യം പട്ടിണിയൊന്നുമില്ലാതെ ജീവിക്കുവാൻ, അതുപോലെ തന്നെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ ഭവനത്തിൽ പോകുവാനൊക്കെ ഇന്ന് സാധിച്ചു. ഞാൻ നിങ്ങളും ആ കാര്യത്തിൽ സന്തുഷ്ടരായിരിക്കട്ടെ. ഞാൻ ഇന്ന് ഇപ്പോൾ പറയാൻ തോന്നുന്നത് ഒരു കാര്യം, ഈ വിവേകമില്ലാത്തവൻ കയറി വീട് മുഴുവൻ ചവിട്ടിക്കൂട്ടി നശിപ്പിച്ചു. നാട്ടുകാരറിയരുതെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നപ്പോൾ ഈ ദുഷ്ടത ആ കുടുംബം മുഴുവൻ കുളവാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയെപ്പറ്റി തന്നെയാണ് ഈ പറയുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ വൈദികരുടെ കലഹം, അല്ലാതെ അൽമായർ കലഹം ഉണ്ടാക്കിയില്ലല്ലോ. കുത്തി ഇളക്കി ഈ പാവപ്പെട്ട അൽമായരെ കൂടെ കൊണ്ടുവന്ന് ഈ കുഴി ചാടിച്ചു. കുറേ പേരോട് പറഞ്ഞടാ, ഇതാണടാ ശരി, നമ്മൾ പറയുന്നതാടാ ശരി, നമ്മുടെ രൂപത നമുക്ക് വേർതിരിച്ചെടുക്കണോടാ, നമുക്ക് എന്നിട്ടൊരു സഭയാകണോടാ, അങ്ങനത്തെ ഒക്കെ സാധിച്ചെടുക്കാം. ഞങ്ങൾ പറയും നിങ്ങൾ വിശ്വസിച്ചൊന്ന് കൂടെ നിന്നാൽ മതി. 3 വർഷത്തേക്ക് പുറത്തേക്ക് വരുന്ന ഈ വികാരിയുടെ പുറകെ നടന്നോളാനാണ് ഈ പറഞ്ഞത്. കർത്താവിൻ്റെ പുറകെയോ കർത്താവിന് വേണ്ടിയോ ജീവിക്കാൻ ഇവരാരും പറഞ്ഞില്ല. എടാ ഞങ്ങൾ പറയുന്നതാടാ ശരി, ഇങ്ങനെ ചിന്തിച്ച് നോക്കിക്കെന്നും പറഞ്ഞൊക്കെ ഈ പാവം പിടിച്ച ദൈവജനത്തെ കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ. അതാണ് നരിക്കുളം. തൻ്റെ ശിഷ്യന്മാർ വഴിയായിട്ട് അതെല്ലാം ലോകം മുഴുവൻ വിതറിക്കൊടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നഷ്ടങ്ങളെപ്പറ്റി പറയാൻ പോവുക. ആദ്യം ഒരു വിവാഹമെടുക്കാം. അഭിഷേകമില്ലാത്തവൻ, അധികാരമില്ലാത്തവൻ വിവാഹം ആശീർവദിച്ചാൽ മറ്റ് ചില സമൂഹങ്ങളിലുള്ള വിവാഹം പോലെ മാത്രമായി പോവും. നാട്ടുകാർ കാണുമ്പോൾ പള്ളി വെച്ച് കെട്ട് നടന്നു, പക്ഷെ കെട്ടിച്ചവന് യോഗ്യതയുമില്ല, അധികാരവുമില്ല. കുമ്പസാരിപ്പിക്കാൻ പോലുമുള്ള അനുവാദമില്ലാത്ത തരത്തിൽ ജീവിച്ചുകൊണ്ടാണ്, തിന്മയുടെ വഴി ജീവിച്ചുകൊണ്ടാണ് ഈ പണിയെല്ലാം കാട്ടിക്കൂട്ടിയത്. എത്ര ഭീകരമായ നഷ്ടമാണ്. വിവാഹം കഴിച്ച നമുക്കറിയാം, കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതിനകത്ത് കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകും. പരസ്പരം ഭാര്യയും ഭർത്താവും ഒന്ന് ചേർന്ന് വരുന്നിടം വരെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. അതിന് വേണ്ടുന്ന ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നങ്ങളില്ലാതെ അത്യാവശ്യം സമാധാനത്തിൽ പോകുവാനുള്ള കൃപയാണ് ഈ വിവാഹാശീർവാദത്തിലെ അഭിഷേകത്തിലൂടെ ലഭിക്കേണ്ടത്. അത് അധികാരമില്ലാത്തവൻ, അനുസരണയില്ലാത്തവൻ, സാത്താനോട് ചേർന്ന് നിൽക്കുന്നവൻ ചെയ്താൽ എങ്ങനെയാണ് അഭിഷേകം ഉണ്ടാകുക? അപ്പോൾ കുടുംബജീവിതത്തിൽ അത് നഷ്ടപ്പെട്ടു. പിന്നെ താഴേക്കൊന്ന് ചിന്തിച്ച്, ഒരു മാമുദീസ, പിന്നെ കുടുംബജീവിതത്തിന് അടുത്ത തലമുറ വരുന്നതാണല്ലോ മാമുദീസ കൊടുക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമുദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പുരോഹിതൻ മാമുദീസ മുക്കുമ്പോൾ ഉറപ്പായിട്ടും അവൻ അഭിഷേകത്തിലല്ലെങ്കിൽ അത് സാധുവല്ലെന്ന് സഭ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിന്തിച്ചു നോക്ക്. തന്നെയുമല്ല, മറ്റുള്ള സഭകളിലെല്ലാം, മറ്റുള്ള രൂപതകളിലെല്ലാം തിരുശരീരവും തിരുരക്തവും അന്ന് തന്നെ കുഞ്ഞിന് കൊടുക്കുന്നു, അതുപോലെ തന്നെ മുമ്പലത്തെ പ്രശ്നം കൊടുക്കുന്നു. അതുകൂടെ ചേർന്നാണ് കൊടുക്കുന്നത്. അപ്പം അതൊരു പരിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ ചെയ്യേണ്ടതാണ്. അതങ്ങനെ അല്ലാതെ തനതായിട്ട് ചെയ്ത് ആ കുഞ്ഞ് ആദ്യ കുർബാന സ്വീകരിക്കുന്നിടം വരെ ജീവിച്ചിരുന്നില്ലെങ്കിൽ അതിന് യേശുവിൻ്റെ തിരുശരീര രക്തത്തിൽ പങ്കില്ലാതെ മരിക്കുന്നൊരവസ്ഥ ഇതുണ്ടായിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പരിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% യോഗ്യതയൊന്നും ഉണ്ടാകുമെന്ന് സഭ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, താൻ തന്നെ ബലഹീനനായതുകൊണ്ട് ജനത്തിൻ്റെ പാപത്തിനെന്ന പോലെ സ്വന്തം പാപത്തിനു വേണ്ടിയും പരിഹാരം ചെയ്യാൻ പുരോഹിതൻ കടപ്പെട്ടവനാണ്. വേണ്ട അടുത്ത വചനം പറയുന്നത് ഇങ്ങനെയാണ്: അഹറോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും ഈ പദവി ഏറ്റെടുക്കുന്നില്ല. വിളിച്ച് ഏറ്റെടുത്ത ശേഷം ഞങ്ങളിനി അനുസരിക്കില്ല എന്ന് പറയുന്നവൻ്റെ അഭിഷേകം അറബിക്കടലിൽ. ചിന്തിച്ച് നോക്ക്. 5-8 സഹോദരങ്ങൾ പട്ടം കിട്ടാതെ എന്തുമാത്രം കഷ്ടപ്പെട്ടു. സഭ പട്ടം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിയേ പോകുമെന്ന് ഇവരോട് ചേർത്ത് നിർത്തി പറഞ്ഞതുകൊണ്ടല്ലേ സംഭവിച്ചത്. നോക്കാം, 8 കുടുംബത്തിൻ്റെ കണ്ണുനീര് എന്നേക്കുമായി
ഇപ്പോൾ അവരുടെ ഇടവകയിലിരിക്കുന്ന വൈദികൻ്റെ നെഞ്ചത്ത് വീഴും. കാരണം അവരെങ്കിലും ഈ വീട്ടുകാരെന്തെങ്കിലും തരത്തിൽ മസിൽ പിടിച്ചാലും പറയണം, അങ്ങനല്ല, നിങ്ങൾ കർത്താവിൻ്റെ കാര്യമാണ്, പിള്ളേരോട് വന്ന് ബലി അർപ്പിക്കാൻ പറയേണ്ടടുത്ത്, പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് അവരുടെ പുത്തൻ കുർബാന, അവരുടെ പൗരോഹിത്യ സ്വീകരണവും ഇടവകയിൽ നടത്തിയില്ല, അവരുടെ പുത്തൻ കുർബാനയും ചെല്ലിച്ചില്ല. ദുഷ്ടന്മാരാണ് ഇവർ, ഭീകരജീവികളാണ് ഇവർ. കാരണം നരകത്തിൻ്റെ കൃത്യം ഏജൻ്റാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം പരിശുദ്ധ കുർബാനയാണെങ്കിൽ അത് പൗരോഹിത്യം സ്വീകരിച്ച ഒരുത്തനെ കൊണ്ട് ചെല്ലിക്കാതിരിക്കുന്നെങ്കിൽ അത് സാത്താനല്ലാതെ പിന്നെ ആരാണപ്പ? ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാമെങ്കിൽ ഫലം എന്താണ്? അനുസരണക്കേട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വൃക്ഷം എന്താണ്? അതിൻ്റെ വൃക്ഷം സാത്താനാണ്. ഏദൻ തോട്ടത്തിൽ നമ്മുടെ ഹവ്വ അമ്മയെ പറ്റിച്ച അതേ സാത്താൻ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ അതിരൂപതയിലെ ഈ വൈദികർ കുമ്പസാരിപ്പിച്ചവരുടെ ആരുടെയെങ്കിലും പാപം മാറിയിട്ടുണ്ടോ? ഇവരർപ്പിച്ച ബലിയിൽ പങ്കെടുത്തവരുടെ കുർബാന കടം തീർന്നിട്ടുണ്ടോ? ഇതിനിടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, ചേട്ടനും മാത്രം എന്നാ ഇന്ന് എല്ലാ ദിവസവും ഈ പള്ളി പോകണമെന്നത്ര നിർബന്ധം? അല്ല, അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ എല്ലാ ദിവസവും പള്ളി കുർബാനയില്ലെന്ന് എന്തിനാന്ന് ചോദിക്കണ്ടേ? ആഴ്ചയിൽ ഒരു യാക്കോബക്കാരുടെയും ഒക്കെ പള്ളികളിലുള്ളതുപോലെ ഒരു കുർബാനയിൽ അവസാനിപ്പിച്ചാൽ പോരെ? സഭ ഇവിടെ പറയുന്നു ഇത് ജീവൻ്റെ അപ്പമാണ്, ഈ അപ്പം എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്നവൻ ഭാഗ്യവാനാണ്, അതിനുവേണ്ടിയാണ് ഇടവക വൈദികരെ തന്നിരിക്കുന്നത്. അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ കാവൽക്കാരാണ് വൈദികർ. അതുകൊണ്ട് നീ കൂടുതൽ നന്മയിലും വിശുദ്ധിയിലും ആരോഗ്യത്തിലും അനുഗ്രഹത്തിലും സമാധാനത്തിലും ജീവിക്കണമെങ്കിൽ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കണം. തന്നെയല്ല, എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, എനിക്ക് ബലിയിൽ പങ്കെടുക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. 2, എനിക്കറിയാവുന്ന തരത്തിൽ എന്നെ സൃഷ്ടിച്ചവനെ പറ്റി, എന്നെ രക്ഷിച്ചവനെ പറ്റി മറ്റുള്ളവരോട് പറയുക എന്നുള്ളതാണ് മറ്റൊരു സന്തോഷം. അങ്ങനെ ഈ കഴിഞ്ഞ 3 വർഷക്കാലമായി എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർത്ത് തരിപ്പണമാക്കിയ ഈ വൈദികർക്കാരാണ് മാപ്പ് കൊടുക്കുക. ഇവരുടെ പൊറുതി 3 വർഷത്തേക്കാണ്. നമ്മുടെ ഇടവക വരുന്ന 3 വർഷത്തേക്കാണ്. ഈ ഒറ്റ ഒരു പുരോഹിതൻ തിരിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ 2ആയി വേർതിരിച്ചുകൊണ്ട് സാത്താനെ ആ ബലിപീഠത്തിൽ ആ ആഭിചാര കുർബാന പോലെ അർപ്പിച്ച ബലികൾ എങ്ങനെ ബോധമുള്ള ഒരു മനുഷ്യന് മിണ്ടാതിരിക്കാൻ പറ്റും? പലരോട് ചോദിച്ചു, ഇതിലെന്ന് ചേട്ടനേക്കായി വലിയ അറിവും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ഒത്തിരി മനുഷ്യർ ഇവിടെ ഉണ്ട്, എന്നിട്ട് ചേട്ടന് മാത്രം. ഞാൻ പറഞ്ഞ്, എനിക്ക് മറ്റാരുടെയും കണക്ക് പറയേണ്ട കാര്യമില്ല. മല്ലനായ ഗോലിയാത്തിനെ നേരിടാനായിട്ട് അവിടെ പട്ടാളക്കാരോ അതിനു വേണ്ടുന്ന തൻ്റേടികളായ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, അവരെല്ലാം പേടിച്ച് നിന്നപ്പോഴാണ് ദാവീദ് കയറി ഗോലിയാത്തിനെ വധിക്കാനായിട്ട് ഉള്ള പണിയൊക്കെ ചെയ്യുന്നത്. അവൻ പറഞ്ഞ ഒറ്റ വാക്കിത് മാത്രമാണ്, നീ ആക്ഷേപിച്ച എൻ്റെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ വരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും പറയുന്നു, എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച എൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആരുടെയെങ്കിലും നല്ലൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല. ഈ ഇടവകയ്ക്കുണ്ടായിരിക്കുന്ന, ഈ അതിരൂപതയ്ക്കുണ്ടായിരിക്കുന്ന വലിയ നാശം കോടതി പറയുന്നു, അച്ഛാ സഭ പറയുന്ന കുർബാന ചെല്ലത്തില്ല. അപ്പം സഭ പറയുന്ന കുർബാന ചെല്ലണമെന്ന വിധി കൊടുത്തപ്പോൾ അവിടെ ഇവിടെയുള്ള ഹാളിൽ ഒക്കെ കൊണ്ട് കുർബാന അർപ്പിക്കാൻ തുടങ്ങി. കാരണം ഇത് രണ്ട് സർവേ നമ്പറാണെന്നാണ് പറയുന്നത്. പള്ളിയും ഹാളും തമ്മിൽ സർവേ നമ്പർ വ്യത്യാസമുണ്ടെന്ന്. ഇത്ര ടെക്നിക്കലായിട്ടാണ് മനുഷ്യനെ പറ്റിക്കുന്നത്. ഏതായാലും തീരാറായി, ഇത്തിരി താമസമില്ല, എല്ലാം ദൈവം നേരെയാക്കും. കാത്തിരിക്കുക. നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ച്, ഇവരാരും ശത്രുക്കളായിട്ടെന്ന് ഞാൻ ഇതുവരെ മനസ്സിൽ തോന്നിയിട്ടില്ല. വല്ല ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താലും അവർ ശത്രുവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിനാൽ എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണേ. പ്രാർത്ഥനയുടെ കുറവ് ഒത്തിരി ഉണ്ട് കേട്ടോ. അത് നമുക്ക് നികത്താൻ ഈ വരുന്ന ദിവസങ്ങളിലും വരുന്ന കാലങ്ങളിലുമൊക്കെ ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.